പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ പുതിയൊരു ശക്തി കൂടി സജീവമായി ഇടപെടുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ രഹസ്യമായി സൈനികാക്രമണം നടത്തിയെന്ന വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് രാജ്യാന്തര നയതന്ത്ര ലോകത്ത് വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെ ലാവൻ ദ്വീപിലുള്ള ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാലകൾ ഉൾപ്പെടെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ UAE വ്യോമാക്രമണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പതിറ്റാണ്ടുകളായി ഇറാനുമായി ശീതയുദ്ധം നിലനിൽക്കുന്നുണ്ടെങ്കിലും നേരിട്ടൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് UAE നീങ്ങിയെന്ന വാർത്ത ഗൾഫ് രാഷ്ട്രീയത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഇത്രയും കാലം പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അബുദാബി ഇപ്പോൾ ആക്രമണോത്സുകമായ ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. ഇറാന്റെ പ്രകോപനങ്ങൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും മറുപടിയായാണ് ഈ രഹസ്യ ഓപ്പറേഷൻ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ മുൻപ് നടത്തിയ തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ UAEയുടെ സാമ്പത്തിക ഭദ്രതയെ കാര്യമായി ബാധിച്ചിരുന്നു. ഗൾഫ് മേഖലയിലെ ടൂറിസം, ഏവിയേഷൻ, ബിസിനസ് മേഖലകളിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസക്കുറവുണ്ടാക്കാൻ ഈ ആക്രമണങ്ങൾ കാരണമായി. വിദേശ നിക്ഷേപകർ മേഖല വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് തങ്ങളുടെ നിലനിൽപ്പിനായി തിരിച്ചടിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് UAE നേതൃത്വം തീരുമാനിച്ചത്. ലാവൻ ദ്വീപിലെ ആക്രമണം ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സായ എണ്ണ മേഖലയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഇറാന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ഈ ശുദ്ധീകരണശാല തകർത്തതിലൂടെ ടെഹ്റാനിന് വലിയൊരു സാമ്പത്തിക പ്രഹരം നൽകാൻ UAEക്ക് സാധിച്ചു. ഈ ആക്രമണം അതീവ രഹസ്യമായാണ് ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. ഇതും ശ്രദ്ധേയമാണ്. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള സംഘർഷങ്ങൾ മുറുകുന്നതിനിടയിൽ UAEയുടെ ഈ വളർന്നുവരുന്ന സൈനിക പങ്ക് അമേരിക്കൻ ഉദ്യോഗസ്ഥർ സ്വാഗതം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾ സ്വന്തം സുരക്ഷയ്ക്കായി മുൻകൈയെടുക്കുന്നത് വാഷിംഗ്ടണിലെ ഭരണകൂടത്തിന് ഗുണകരമാണ്. ഇറാനെതിരെയുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകൾക്ക് UAEയുടെ ഈ നീക്കം കൂടുതൽ കരുത്തു പകരുന്നു. ഗൾഫ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കോൺഫെഡറേഷൻ സ്റ്റേറ്റായി UAE മാറിക്കഴിഞ്ഞു. സൗദി അറേബ്യയേക്കാൾ വേഗത്തിൽ ഇറാന്റെ പ്രകോപനങ്ങൾക്ക് സൈനികമായ മറുപടി നൽകാൻ അബുദാബി തയ്യാറാകുന്നത് മിഡിൽ ഈസ്റ്റിലെ സമവാക്യങ്ങൾ മാറ്റിവരയ്ക്കും. ഇറാനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ UAE മുൻനിരയിലാണ്. ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങളിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ പോലും ബാധിച്ചിരുന്നു. ഇത് ആഗോളതലത്തിൽ UAEയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. സുരക്ഷിതമായ ഒരു ബിസിനസ് ഹബ്ബ് എന്ന തങ്ങളുടെ ഖ്യാതി നിലനിർത്താൻ ശത്രുവിനെ അടിച്ചമർത്തുക എന്ന തന്ത്രമാണ് UAE പയറ്റുന്നത്. വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി UAE പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ രാജ്യം തങ്ങളുടെ ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാക്കി. അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈലുകളും മറ്റ് അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് ഏത് നീക്കത്തെയും നേരിടാൻ അവർ സജ്ജമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും ഈ വാർത്തയോട് ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ലെങ്കിലും അവരുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾ ഈ വിവരങ്ങൾ ചോർന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുന്നുണ്ടാകും. സ്വന്തം മണ്ണിൽ വിദേശ രാജ്യങ്ങൾ ആക്രമണം നടത്തിയത് തിരിച്ചറിയപ്പെടാതെ പോയത് ഇറാൻ സൈന്യത്തിന് വലിയൊരു നാണക്കേടാണ്. ഇത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും മാറ്റങ്ങൾ വരുത്തിയേക്കാം. UAEയുടെ ഈ നീക്കം മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങൾക്കും പ്രചോദനമായേക്കാം. പരോക്ഷ യുദ്ധങ്ങൾക്ക് പകരം നേരിട്ടുള്ള സൈനിക നീക്കങ്ങളാണ് ഇറാനെ തളയ്ക്കാൻ ഉചിതമെന്ന് പല രാജ്യങ്ങളും ഇപ്പോൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് മേഖലയെ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ഈ വാർത്ത എണ്ണവിലയെ ബാധിക്കാനും സാധ്യതയുണ്ട്. ലാവൻ ദ്വീപ് പോലുള്ള പ്രധാന എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ആഗോള വിതരണ ശൃംഖലയിൽ വിള്ളലുകൾ വീഴ്ത്തും. ഊർജ്ജ സുരക്ഷയെ മുൻനിർത്തി ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. വാഷിംഗ്ടണിൽ ഈ വിഷയത്തിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. UAEയെ കൂടുതൽ സൈനികമായി സഹായിക്കണോ അതോ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ചർച്ചകൾക്ക് മുൻഗണന നൽകണോ എന്ന കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നതയുണ്ട്. എങ്കിലും ഇറാന്റെ പ്രകോപനങ്ങളെ അടിച്ചമർത്തുന്ന ഏത് നീക്കത്തോടും ട്രംപ് ഭരണകൂടം അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. UAEയുടെ സൈനിക വളർച്ച അതിശയിപ്പിക്കുന്നതാണ്. ചെറിയൊരു രാജ്യമെങ്കിലും അത്യാധുനിക ആയുധങ്ങളും മികച്ച പരിശീലനം ലഭിച്ച വ്യോമസേനയും അവർക്കുണ്ട്. ലിറ്റിൽ സ്പാർട്ട എന്ന് വിളിക്കപ്പെടുന്ന UAEയുടെ സൈനിക വീര്യം ഈ മിന്നലാക്രമണത്തിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രഹസ്യ ആക്രമണങ്ങൾ വെളിപ്പെട്ടതോടെ ഇനി മുതൽ UAEയും ഇറാനും തമ്മിലുള്ള ബന്ധം
കൂടുതൽ പരസ്യമായ ശത്രുതയിലേക്ക് നീങ്ങും. നയതന്ത്ര ബന്ധങ്ങൾ ഇനി വീണ്ടെടുക്കുക എന്നത് അസാധ്യമായ കാര്യമായി മാറിയിരിക്കുന്നു. ഇരു കൂട്ടരും തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കാനുള്ള പുതിയ വേദികൾ തേടും. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഇത് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. ഇറാൻ തങ്ങളുടെ നാവികസേനയെ ഉപയോഗിച്ച് UAE-യിലേക്കുള്ള ചരക്ക് കപ്പലുകൾ തടയാൻ ശ്രമിച്ചേക്കാം. ഇതിനെ പ്രതിരോധിക്കാൻ അന്താരാഷ്ട്ര നാവികസേനകളുടെ സഹായം UAE തേടേണ്ടി വരും. ടൂറിസം മേഖലയ്ക്ക് ഈ വാർത്ത അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. യുദ്ധഭീതി നിലനിൽക്കുന്ന ഒരിടത്തേക്ക് വിനോദസഞ്ചാരികൾ വരാൻ മടിക്കും. എന്നാൽ ഇത്തരം ആക്രമണങ്ങളിലൂടെ ശത്രുവിനെ അകറ്റി നിർത്തിയാൽ മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ എന്നതാണ് UAE-യുടെ പക്ഷം. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ മുന്നിലാണെങ്കിലും വ്യോമസേനയുടെ കാര്യത്തിൽ അറബ് രാജ്യങ്ങൾക്കാണ് മുൻതൂക്കം. അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും വാങ്ങിയ അത്യാധുനിക വിമാനങ്ങൾ ഉപയോഗിച്ചാണ് UAE ഈ ആക്രമണങ്ങൾ നടത്തിയത്. ഇറാന്റെ പഴയകാല പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നത് ശ്രദ്ധേയമാണ്. UAE-യുടെ ഈ നടപടി ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇറാന്റെ നിഴൽ യുദ്ധങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ മറുപടിയാണിത്. യമനിലെ ഹൂത്തികൾക്ക് നൽകുന്ന പിന്തുണയും മറ്റു ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കാൻ ഇറാനുമേൽ ഇത് വലിയ സമ്മർദ്ദം ചെലുത്തും. ഈ വാർത്ത പുറത്തു വന്നതോടെ GCC രാജ്യങ്ങൾക്കിടയിലും ചർച്ചകൾ സജീവമായി. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ UAE-യുടെ ഈ നീക്കത്തെ രഹസ്യമായി പിന്തുണയ്ക്കാനാണ് സാധ്യത. മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ അറബ് രാജ്യങ്ങളുടെ ഒരു ഐക്യനിര രൂപപ്പെടാൻ ഇത് കാരണമായേക്കാം. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ചർച്ചകളെ ഈ സംഭവം എങ്ങനെ ബാധിക്കുമെന്ന് കാണേണ്ടതുണ്ട്. ട്രംപ് ഭരണകൂടം വെടിനിർത്തലിനായി ശ്രമിക്കുമ്പോഴും തങ്ങളുടെ സഖ്യകക്ഷികൾ ആക്രമണം നടത്തുന്നത് ചർച്ചകളുടെ അന്തരീക്ഷം കലുഷിതമാക്കും. എന്നാൽ കടുത്ത സമ്മർദ്ദത്തിലൂടെ മാത്രമേ ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാൻ കഴിയൂ എന്ന് UAE വിശ്വസിക്കുന്നു. ഗൾഫിലെ ഏവിയേഷൻ രംഗം ഇപ്പോൾ വലിയ ജാഗ്രതയിലാണ്. വിമാനങ്ങളുടെ റൂട്ടുകളിൽ മാറ്റം വരുത്താനും സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിക്കാനും എമിറേറ്റ്സ്, എത്തിഹാദ് തുടങ്ങിയ വിമാന കമ്പനികൾ നിർബന്ധിതരാകും. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാരം സൈബർ ആക്രമണങ്ങളുടെ രൂപത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. UAE-യുടെ ബാങ്കിംഗ്, ഗവൺമെന്റ് വെബ്സൈറ്റുകൾ ലക്ഷ്യം വെച്ച് ഇറാൻ സൈബർ സേന രംഗത്തിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ സൈബർ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ യുദ്ധം കേവലം ഭൂപ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് മേഖലയിലെ ആധിപത്യത്തിന് വേണ്ടിയുള്ളതാണ്. ഷിയ സുന്നി പോരാട്ടം എന്നതിലുപരിയായി രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായി ഇത് മാറിയിരിക്കുന്നു. UAE-യുടെ ഈ ആക്രോശം ബീജിംഗും മോസ്കോയും എങ്ങനെ കാണുന്നു എന്നതും നിർണായകമാണ്. ലാവൻ ദ്വീപിലെ ആ ശുദ്ധീകരണശാല ഇറാന് വലിയൊരു ആസ്തിയായിരുന്നു. അവിടെയുണ്ടായ നാശനഷ്ടങ്ങൾ നികത്താൻ ഇറാന് വർഷങ്ങൾ എടുത്തേക്കും. ഈ ഒരു തിരിച്ചടി കൊണ്ട് ഇറാൻ അടങ്ങുമോ അതോ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. UAE-യുടെ ഭരണാധികാരികൾ ഈ നീക്കത്തിലൂടെ വലിയൊരു രാഷ്ട്രീയ റിസ്ക് ആണ് എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എടുത്ത ഈ തീരുമാനം ശരിയാണെന്ന് കാലം തെളിയിച്ചേക്കാം. എങ്കിലും ഒരു തുറന്ന യുദ്ധത്തിന്റെ കെടുതികൾ ലഘൂകരിക്കാൻ നയതന്ത്ര ഇടപെടലുകൾ അനിവാര്യമാണ്. വാൾസ്ട്രീറ്റ് ജേർണലിന്റെ ഈ വെളിപ്പെടുത്തൽ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നിശബ്ദമായിരുന്ന മിഡിൽ ഈസ്റ്റ് അഗ്നിപർവ്വതം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം. ആ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തും. സാമ്പത്തിക ക്രമവും സുരക്ഷാ സമവാക്യങ്ങളും ആ സ്ഫോടനത്തിൽ തകർന്നടിയാം. ഇറാൻ UAE ബന്ധം ഇനി മുതൽ സുതാര്യമായിരിക്കില്ല. എല്ലാ നീക്കങ്ങളിലും ഒരു ചാരക്കണ്ണുണ്ടാകും. മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യവും തങ്ങളുടെ അതിർത്തികളും ആകാശവും സംരക്ഷിക്കാൻ പുതിയ മാർഗങ്ങൾ തേടുകയാണ്. ഈ രഹസ്യയുദ്ധം പരസ്യമാകുമ്പോൾ ലോകം അതിനെ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം. UAE-യുടെ ഈ പുതിയ ശൈലി ലോകം അത്ഭുതത്തോടെയാണ് കാണുന്നത്. തങ്ങളെ തൊട്ടാൽ അങ്ങോട്ട് ചെന്നടിക്കുമെന്ന സന്ദേശം അവർ നൽകി കഴിഞ്ഞു. ഇത് സമാധാനത്തിലേക്കോ അതോ പൂർണ്ണമായ നാശത്തിലേക്കോ നയിക്കുന്നത് എന്ന് വരും ആഴ്ചകളിലെ സംഭവവികാസങ്ങൾ വ്യക്തമാക്കും. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഇനിയും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്ന് ഈ റിപ്പോർട്ടുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അധികാരവും സുരക്ഷയും തേടിയുള്ള ഈ ഓട്ടം എവിടെ ചെന്ന് അവസാനിക്കും എന്നത് പ്രവചനാതീതമാണ്. ട്രംപിന്റെ അമേരിക്കയും ഖമേനിയുടെ ഇറാനും തമ്മിലുള്ള പോരിൽ UAE ഒരു നിർണായക ഘടകമായി മാറിയിരിക്കുന്നു. ഇനി നടക്കുന്ന ചർച്ചകളിൽ അബുദാബിയുടെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാകും. മിഡിൽ ഈസ്റ്റിലെ പുതിയ ശക്തിയായി UAE ഉദിച്ചുയരുന്നത് നാം സാക്ഷ്യം വഹിക്കുകയാണ്.